എറണാകുളം മൂഴിക്കുളം പുഴയിൽ 4 വയസ്സുകാരിയെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. അമ്മ സന്ധ്യ കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ അമ്മയെ ചികിത്സിച്ച മാനസികാരോഗ്യ വിദഗ്ധരുടെ മൊഴിയും രേഖപ്പെടുത്തും. മകളെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയതിൽ അമ്മയ്ക്ക് കുറ്റബോധമോ സങ്കടമോ ഇല്ലെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് സംശയിക്കാം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 9 മണിയോടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കും. മൂഴിക്കുളം ഈ കേസ് സംബന്ധിച്ചിട്ടിരിക്കുന്ന എഫ്ഐആറിൻ്റെ വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേരും. അതുപോലെ തിരുവാങ്കുളത്ത് നിന്ന് റാഫി കരീം ചേരുന്നുണ്ട്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് സംബന്ധിച്ച നടപടികളുമായി സൂരജ് സജിയും ചേരും. ആദ്യം ശ്യാംകുമാറിലേക്ക്. ഒരു സുപ്രഭാതം പറയണമെന്ന് തോന്നിയാലും ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വല്ലാതെ വ്യാകുലപ്പെട്ടു പോകുന്നു. എന്താണ് എഫ്ഐആറിലെ വിവരങ്ങൾ? നിലവിൽ പുത്തൻകുരിശ് പോലീസ് കുട്ടിയെ കാണാതായി എന്ന അമ്മയുടെ പേര് സന്ധ്യ എന്നാണ്. അവരുടെ ബന്ധുവിന്റെ പരാതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ആ എഫ്ഐആറിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിലാകും കുട്ടിയുടെ അമ്മയെ കൊലപാതക കേസിൽ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുക. ഇതിനു പുറമെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കേസുകളും ഈ അമ്മയ്ക്കെതിരെ ചുമത്തും എന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് യാതൊരു ഭാവഭേദവുമില്ല. സ്വന്തം കുഞ്ഞ് മരിച്ചു, ആ മൃതദേഹം കണ്ടെത്തിയെന്നറിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിൽ യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് അവർ ഇരിക്കുന്നത് എന്നുള്ളതാണ് രാവിലെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. ഇന്നലെ പോലീസ് വാങ്ങിക്കൊടുത്ത ഭക്ഷണം കഴിച്ചു, സുഖമായി കിടന്ന് ആ സ്റ്റേഷനിൽ ഉറങ്ങി എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ന് രാവിലെ അവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി ആലുവ വനിതാ സെല്ലിന്റെ ഓഫീസിലേക്ക്, അതായത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാകും ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുക. എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളത് ആദ്യം അറിയണം. 2, ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. അതിന് ഇവരെ ചികിത്സിച്ചു എന്ന് പറയപ്പെടുന്ന ഡോക്ടർമാരുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇവർ എത്ര നാളായി ചികിത്സയിലായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹരിക്കാൻ കഴിയാത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്ക് മുൻപായിട്ട് പ്രതിയുടെ അറസ്റ്റ്, കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യലുണ്ടാകും. അതിന് പിന്നാലെ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികളും ആരംഭിക്കും. ഏതായാലും ഒരു ക്രൂരത ചെയ്ത ശേഷം സ്വന്തം കുഞ്ഞിനെ, 4 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷവും ഒരു തരിമ്പ് കുറ്റബോധമില്ലാതെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ സുഖമായി ഇരിക്കുന്നു സന്ധ്യ എന്നുള്ള ഒരു വാർത്തയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്നത്. ആ വിവരമാണ് അവരും പങ്കുവെക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.